2800 കിലോമീറ്റർ, 5 സംസ്ഥാനങ്ങൾ, പിന്നെ ഡൽഹിയിൽ നിന്ന് എടുത്തൊരു വണ്ടിയും. ഇതാണ് നമ്മുടെ ട്രിപ്പ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടെൻഷനുണ്ട്, കാരണം വണ്ടി എങ്ങാനും പാളിയാൽ പരിപാടി മൊത്തം മുഞ്ചും. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ഡിലക്ട. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിൻ എയർപോർട്ടിലാണ്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് രാവിലെ ഡൽഹിയിലെത്തുന്നു, നേരെ റൂമിൽ പോകുന്നു, ഫ്രഷ് ആയിട്ട് വണ്ടി നോക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയാണ്. അവിടെ ചെന്ന് 2 ദിവസം അവിടെ എക്സ്പ്ലോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ രാജസ്ഥാനിൽ നിന്ന് നേരെ മുംബൈയിൽ നിന്ന് നേരെ പൂനെ കഴിഞ്ഞ ഗോവ, അവിടെ നിന്ന് പിന്നെയും കേരളത്തിലോട്ട്. ഇതാണ് നമ്മുടെ ഐറ്റിനറി. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഒത്തിരി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാലും ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെ കാണണമെന്ന് ജസ്റ്റൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മോർണിംഗ് 5 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. പാന്തൻ്റെ കയ്യിൽ ഡ്രോണും ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് എയർപോർട്ടിലെ ചെക്കിങ് അത്ര ഈസി ആയിരുന്നില്ല. എന്തെങ്കിലും കാണിക്കുന്നു ലാസ്റ്റ് ഡൽഹിയിലൂടെ അടുത്ത ഫ്ലൈറ്റ് ചേർത്ത് വരും. അതൊക്കെ സെറ്റാക്കി രാവിലെ 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഡൽഹിയിലെത്തി. ഇവിടെ എത്തിയപ്പം നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ നേരെ മെട്രോ പിടിച്ച് ആദ്യത്തെ വണ്ടിയുടെ ലൊക്കേഷനിൽ പോയി. പക്ഷേ വണ്ടി കാണുന്നതിന് മുമ്പേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി, കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. വണ്ടി കാണുന്നതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു നിവേദ്യ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. അവിടെ കയറിയപ്പോൾ തന്നെ അവർ കുടിക്കാനായിട്ടൊരു സാധനം തന്നു. നമ്മുടെ മോരില്ല, അതിൽ കടുക് പൊട്ടിച്ചിട്ടുള്ളൊരു തരം ഐറ്റം. ഞാൻ ആദ്യമായിട്ട് അത് കുടിക്കണത്, പക്ഷേ കുഴപ്പമില്ല, നൈസാണ്. പിന്നെ അവിടുത്തെ രസം ട്രൈ ചെയ്തു, അത് അടിപൊളിയായിരുന്നു. എനിക്ക് അതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ലിപ്സ്റ്റിക് ഇടിച്ച് കൂടിപ്പോയി. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റാർ ദോശയാണെന്നുണ്ട്, ഞാൻ അതാണ് ഓർഡർ ചെയ്തത്. സത്യത്തിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ 2 ദോശ മടക്കി ഇങ്ങനെ സ്റ്റാർ രൂപത്തിൽ വെക്കുന്നതാണ് സ്റ്റാർ ദോശ. അതിൽ ഒരെണ്ണം നമ്മുടെ സാധാരണ മസാല ദോശയും ഒരെണ്ണം പനീർ ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള വേറൊരു ദോശയും. അങ്ങനെ 2 ദോശകൾ സ്റ്റാർ ഷേപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ സ്പെഷ്യൽ സ്റ്റാർ ദോശ. എനിക്ക് മസാല ദോശ അങ്ങനെ സെറ്റപ്പായിട്ട് തോന്നിയില്ല, പക്ഷേ ഈ പനീറിൻ്റെ ദോശ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കൊള്ളായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെയും വണ്ടി നോക്കാൻ പോയി. അപ്പോഴേക്കും ഡൽഹിയിലെ ക്ലൈമറ്റ് പയ്യെ മാറി തുടങ്ങിയായിരുന്നു. വന്നപ്പോഴുള്ള തണുപ്പൊക്കെ കുറഞ്ഞ് പയ്യെ ചൂടൊക്കെ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ വണ്ടി കണ്ടു, പക്ഷേ അത് അത്ര സെറ്റപ്പ് ഇല്ലായിരുന്നു. ഇതിൻ്റെ ഒന്നും ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ കാര്യം പറയാം. ഞങ്ങൾ ആദ്യം കണ്ട വണ്ടികളൊന്നും വലിയ കണ്ടീഷനിലുള്ള വണ്ടിയല്ലായിരുന്നു. ഒന്നെങ്കിൽ ഓടിത്തീർന്ന വണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ളതൊക്കെ ആയിരുന്നു. ഇപ്പോൾ കണ്ട വണ്ടിയും അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഓരോ വണ്ടി പോയി കാണാനും അത്യാവശ്യം നല്ല സമയം പോകണുണ്ടായിരുന്നു. ഡീലർ വരണം, വണ്ടി വരണം, അത് ഓടിച്ചു നോക്കണം, അങ്ങനെ കുറേ ടൈം പോകും. 4 മണി ആയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി ഫ്രഷായി ഒന്ന് കിടന്നുറങ്ങി. Airbnb വഴിയാണ് ഞാൻ റൂം ബുക്ക് ചെയ്തത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമായിരുന്നു. റൂം അഫോർഡബിൾ ആയിരുന്നു. 2 റൂം, ഹാള്, കിച്ചൺ, ബാത്റൂം എല്ലാം കൂടെ കൂട്ടിയും 3000 രൂപയായിരുന്നു റേറ്റ് വരുന്നത്. ഉറങ്ങി എണീറ്റ് രാവിലെ ഞങ്ങൾ വീണ്ടും വണ്ടി നോക്കാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡൽഹിയിലോട്ടാണ്. നമ്മൾ കുറച്ച് വണ്ടികൾ നോക്കാനുണ്ട്. വണ്ടികൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു വണ്ടി എടുത്ത് ആ വണ്ടിക്കാണ് നമ്മളിനി റോഡ് ട്രിപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ ശരി, ബൈ ബൈ. ബാക്കി അപ്ഡേഷനൊക്കെ ആയിട്ട് ഈ ബാഹ്യ സാധനങ്ങളൊക്കെ ആയിട്ട് വേണം നടക്കാൻ. ഡൽഹിയിൽ വന്നപ്പോഴുള്ള കാലാവസ്ഥയല്ല ഇപ്പം. നല്ല ചൂടും പൊടിയും ട്രാഫിക്കും. അതുകൊണ്ട് സൺസ്ക്രീൻ, മാസ്ക്, സൺഗ്ലാസ്, ക്യാപ്പ് ഒക്കെ മസ്റ്റായിട്ട് നമുക്ക് വേണം. ഞങ്ങളിവിടെ കൂടുതലും യൂസ് ചെയ്തത് ഊബറും മെട്രോയും പിന്നെ ഈ കാണുന്ന റിക്ഷയാണ്. ഇതൊരു പ്രത്യേകതരം റിക്ഷയാണ്. ഇത് ട്രാഫിക്കിൽ കൂടെയൊക്കെ പുഷ്പം പോലെ കയറിപ്പോകും.
ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വണ്ടി നോക്കാനാണ്. വന്നിട്ടിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. ഡസ്റ്റർ, ബ്രസ്സ പോലുള്ള വണ്ടികൾ ഞങ്ങൾ നോക്കിയായിരുന്നു. പക്ഷെ അതൊന്നും അത്ര മെച്ചമുള്ളതുപോലെ തോന്നിയില്ല. പണ്ടത്തെ പോലെ ഡൽഹിയിലെ വണ്ടിക്ക് അത്ര വിലക്കുറവും ഇല്ല. കാരണം ഇവർ ബോഡിയുടെ ലുക്ക് അത്ര കാര്യമായിട്ട് നോക്കില്ല. എൻജിൻ നല്ലതാണോ അല്ലയോ എന്ന് മാത്രമാണ് ഇവിടെ ഉള്ളവർ നോക്കുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് അവർ റേറ്റും പറയണത്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് നോക്കിയെടുത്തില്ലെങ്കിൽ വണ്ടി നല്ല പണി തരും. ഡൽഹിയിലെ ഞങ്ങളുടെ ഡീലർ ഒരു പഞ്ചാബിക്കാരനായിരുന്നു. പുള്ളിക്കാരൻ നൈസായിരുന്നു. കുറേ വണ്ടികളൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു. അതിലൊരെണ്ണം നമുക്ക് സെറ്റായി, ഒരു ക്രിസ്റ്റ. ഡീലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ പഞ്ചാബി ചേട്ടൻ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ട്രീറ്റ് തന്നു. പുള്ളിക്കാരൻ അവിടുത്തെ ഒരു സ്പെഷ്യൽ ദോശ ഞങ്ങൾക്ക് വാങ്ങി തന്നു. ഇത് അടിപൊളിയാണ്, നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി മേടിച്ച് തന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് അത്ര വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഗൈസ്, കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മസാല ദോശ തന്നെയാണ്, പക്ഷേ ദോശയിൽ വേറെ എന്തോ മസാല അവർ പ്രത്യേകം ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട്. അതിനൊരു വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ കുറുക്കുറൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. അതുപോലെ ഈ ദോശയുടെ കൂടെ 3 വടയുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ആ മഞ്ഞ നിറത്തിലുള്ളത് എന്തെങ്കിലും സ്വീറ്റ് പോലത്തെ ഐറ്റം ആയിരിക്കുമെന്ന്. പക്ഷേ അത് ഉപ്പുമാവ് വടയായിരുന്നു. പിന്നെ ഒരെണ്ണം ഒരു നമ്മുടെ നോർമൽ വട. പിന്നെ വേറൊരെണ്ണം പുളിയില്ലാത്ത ഇഡലിരിക്കുന്ന പോലത്തെ ഒരു വട. ഞങ്ങൾ അവരുടെ ഓഫീസിലിരുന്ന് ഇതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിയണ വരെ അവർ പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു. എന്തായാലും അങ്ങനെ നമ്മുടെ വണ്ടി റെഡിയായി, എല്ലാം സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ കുറച്ച് പേപ്പർ വർക്കുകളും മെയിൻ്റനൻസും ഒക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് കയ്യിലോട്ട് കിട്ടത്തുള്ളൂ. വണ്ടി കിട്ടാൻ എടുക്കുന്ന ഈ സമയത്താണ് നമ്മളിനി ഷോപ്പിങ്ങിന് പോകുന്നത്. ഞാൻ വിചാരിച്ച പോലെ നമുക്ക് ഷോപ്പിങ്ങിന് സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സരോജിനി നഗർ മാത്രമാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ബാക്കി സ്ഥലങ്ങളിൽ കയറാനുള്ള ടൈമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ പിടിക്കണം. പക്ഷേ ഇനിയും നമുക്ക് കുറേ പോകാനുള്ളതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. എങ്കിലും ഞാൻ പോകാൻ നോട്ട് ചെയ്ത് വെച്ച കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. സരോജിനി നഗറിലോട്ടുള്ള യാത്രയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. തിരക്കെന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്നെ, മെട്രോ തൊട്ട് സരോജിനി നഗർ വരെ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഇതൊരു സൺഡേ ആയിരുന്നു. സരോജിനി നഗറിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്, അവിടെ നല്ല റേറ്റ് കുറവിൽ സാധനം കിട്ടും. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യണം. അവരൊരു 1000 പറഞ്ഞാൽ നമ്മൾ ഒരു 200 നിന്ന് പിടിക്കണം. അപ്പോൾ നമുക്കതൊരു 250, 250, 300 റേറ്റിൽ കിട്ടും. ഞാൻ കൊച്ചിയിൽ ഒരു 1500 രൂപയ്ക്ക് കണ്ട ടോപ്പ് എനിക്ക് ഇവിടെ നിന്ന് 250 രൂപയ്ക്ക് കിട്ടി. സെയിം കളർ, സെയിം മെറ്റീരിയൽ, എല്ലാം സെയിം. പിന്നെ രണ്ടാമതായി എനിക്ക് തോന്നിയത്, ഇവിടെ ഉള്ളത് സെക്കൻഡ്സും ഫാക്ടറി റിജക്റ്റഡ് ഐറ്റംസുമാണ്. അതുകൊണ്ട് തന്നെ ഡാമേജോ സിബ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അങ്ങനെയൊക്കെ നന്നായി നോക്കി വേണം നമ്മൾ എടുക്കാൻ. അതുപോലെ ഇവിടെ ട്രയൽ റൂം ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ഫിറ്റാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. കാരണം പാൻറ്റൊക്കെ നമുക്കിപ്പോൾ അവർ 28 ആണെങ്കിലും 28 എന്ന് പറഞ്ഞാൽ അവർ തന്നാലും ചിലപ്പോൾ അത് അവർ 30 ഒക്കെ ആയിരിക്കും എടുത്തിടുന്നത്. അതൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഇവിടെ വരാൻ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയ്സ് ആണ്. അതും രാവിലെ ഒരു 11 മണിക്കൊക്കെ വന്നു കഴിഞ്ഞ് ഒരു ഡേ എങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. എന്നാലും നമുക്ക് നല്ല സാധനമൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ വീക്കെൻഡ്സിൽ നല്ല തിരക്കായിരിക്കും. ഞാൻ വന്നേക്കണത് ഒരു സൺഡേ ആണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിൽക്കാൻ പോലും സ്ഥലമില്ല. മെട്രോ തൊട്ട് മാർക്കറ്റ് വരെ തിരക്കായിരുന്നു. നിൽക്കാൻ സ്ഥലമില്ല എന്നതിനേക്കാളും എനിക്ക് കൂടുതലും തോന്നിയത് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പാടായിരിക്കും. കാരണം ഇത്ര ആൾക്കാരായതുകൊണ്ട് അവരും ഒത്തിരി ഒന്നും റേറ്റ് കുറയ്ക്കാതിരിക്കാനേ കൂടുതൽ നോക്കത്തുള്ളൂ. പിന്നെ മൺഡേ മാർക്കറ്റ് ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉള്ള ടൈം കൊണ്ട് കുറേ എന്തൊക്കെയൊക്കെയോ വാരി കൂട്ടിയിട്ടുണ്ട്. ഇനി നാളെ അവിടെ ചെന്ന് ഇട്ട് നോക്കുമ്പോൾ പറയാം ഇതിൽ ഏതൊക്കെ പാകാവും ഏതൊക്കെ പാകാവില്ല എന്നൊക്കെ. തിരിച്ചിങ്ങനെ വണ്ടി പോകുമ്പോഴാണ് ഞാൻ ഓർക്കണത്, ദൈവമേ ഞാൻ ഇതിന് മാത്രം എന്താ വാങ്ങിക്കൂട്ടിയേ എന്ന്. ഓക്കെ, അപ്പം ഇതിട്ട് കഴിയുമ്പോൾ എങ്ങനെയാവും, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാവും എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ വണ്ടി കയ്യിൽ റെഡിയായി കിട്ടി. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്ര മൊത്തം ഈ വണ്ടിയിലാണ്. ഡൽഹിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടി മുഴുവനും ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അങ്ങോട്ടുള്ള യാത്ര മുഴുവനും നമ്മുടെ ഈ വണ്ടിയിലായിരിക്കും. അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ച് നേരെ നമ്മൾ പോകുന്നത് രാജാക്കന്മാരുടെ നാടായ രാജസ്ഥാനിലോട്ടാണ്. അവിടുത്തെ ജയ്പൂരിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടുന്ന് 4.5 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രൈവ് ഉണ്ട് ജയ്പൂരിലേക്ക്. അവിടെ കാണാനും അറിയാനും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ കൊട്ടാരങ്ങളും ചരിത്രങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ജയ്പൂരിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.